ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റിസൾട്ട് സീസണിൻ്റെ തുടക്കമായി കഴിഞ്ഞു. ധാരാളം സ്റ്റോക്കുകൾ നല്ല റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകളെ മനസ്സിലാക്കേണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ റിസൾട്ട് ബെറ്ററായെന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിക്കേണ്ട സമയമൊക്കെ ശരിക്കും ആ റിസൾട്ട് സീസൺ ടൈമിലാണ്. ഈ വീഡിയോയിൽ ഞാൻ ക്രിട്ടിക്കലായിട്ട് 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ക്രിട്ടിക്കലായിട്ടുണ്ട്. അതൊക്കെ ഒരു വീഡിയോയിൽ നമുക്ക് സമ്മപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 3 കാര്യങ്ങളെ സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും 3 കാര്യങ്ങളും താങ്കൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് താങ്കളുടെ സ്റ്റോക്ക് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും സോളിഡ് സ്റ്റേജ് 2 സ്റ്റോക്കിലേ ഫോക്കസ് ചെയ്യാവുള്ളൂ. സ്റ്റേജ് 2 എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്ന 3 കാര്യങ്ങളിലാണ്. ഒന്ന്, ട്രേഡിംഗ് അറ്റ് സ്റ്റേജ് 2 and 3. 2, ഇവാലുവേറ്റിംഗ് സ്ട്രെങ്ത് ഓഫ് സപ്പോർട്ടിൻ്റെ സ്ട്രെങ്തിനെ ഇവാലുവേറ്റ് ചെയ്യുക. 3ാമത്തെ കാര്യം, വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യണോ വേണ്ടയോ. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സൈസ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്, സ്ട്രെങ്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഫ്രണ്ട്സ്, എന്താണ് സ്റ്റേജ് അനാലിസിസ്? നമ്മുടെ മുമ്പിൽ മഹാരാഷ്ട്ര സിമെൻറ്റ്സിൻ്റെ പഴയ ചാർട്ടാണ്, 2023 ചാർട്ടാണ്. നോക്കൂ, സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നും സ്റ്റോക്ക് നേരെ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ഫൈനലി ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് വന്നു. അപ്പോൾ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഹൈ ആണ്, ലോ ആണ്, ലോവർ ഹൈ ആണ്, ലോവർ ലോ ആണ്, ലോവർ ഹൈ ആണ്, ലോവർ ഹൈ ആണ്. പക്ഷേ സ്റ്റോക്ക് ഇവിടെ മുതൽ ആ ലെവലിൽ നിന്നും സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നും സ്റ്റോക്ക് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്റ്റോക്ക് ഈ ലെവലിൽ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ശേഷം എന്താ സംഭവിച്ച സ്റ്റോക്ക് ഈ ലെവലിൽ നമ്മൾ ഇത് പറഞ്ഞല്ലോ ലോവർ ഹൈ ആണെന്ന്. ആ ഹൈയെ കട്ട് ചെയ്തൊരു ഉള്ളിൽ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു. ഇതൊക്കെ ട്രെൻഡ് ചേഞ്ചിൻ്റെ സൂചനകളാണ്. എന്നിട്ട് ആ മെയിൻ ചാനലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കൊടുത്തു. ഹോൾ ഈ ചാനലിനകത്തുള്ള ലെവലിലുള്ള മൂവ്മെൻറ്റിനെ പറയുന്ന പേര് സ്റ്റേജ് 4 എന്നാണ്. ഇതിനെ പറയുന്ന പേര് സ്റ്റേജ് 4 എന്നാണ്. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കൊടുത്ത് മെയിൻ ബ്രേക്ക് ഔട്ട് ചാനൽ വെളിയിൽ പോകുമ്പോൾ സ്റ്റേജ് 1 എന്നുള്ള ഡെവലപ്മെൻറ്റിലേക്ക് പോകാം. 1 എന്നുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റോക്ക് ഒന്ന് കയറി സ്റ്റോക്ക് ഒന്ന് സ്റ്റക്കപ്പായിട്ട് സ്റ്റോക്കിന് പുൾ ബാക്കിൽ പോകും. ഈ പുൾ ബാക്ക് സ്റ്റോക്ക് എന്ത് ചെയ്യും? ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യണം, ഹയർ ഹൈയും ഹയർ ലോയും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സ്ട്രക്ചർ സ്റ്റേജ് 1 പക്ക സ്ട്രക്ചറായിട്ട് മാറി. സ്റ്റേജ് 1 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടിന് പറയുന്ന പേരാണ് സ്റ്റേജ് 2. സ്റ്റേജ് 2 കഴിഞ്ഞാൽ സ്റ്റോക്കിന് പുൾ ബാക്കിലേക്ക് വരണം. ആ പുൾ ബാക്കും എന്താ മനസ്സിലാക്കേണ്ടത്? പഴയ ആ ലോ ഉണ്ടല്ലോ, ആ ലെവലിൽ ആ ലോ എന്താ വെച്ചാൽ ഹയർ ലോയെക്കാട്ടിലും മേളിൽ അത് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ബെസ്റ്റാണ്. ഇവിടം വരെ സ്റ്റോക്കിനൊക്കെ വരാം, ഇവിടം വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് എപ്പോഴും ബെസ്റ്റായിട്ടുള്ള കൺവിക്ഷൻ തരുന്നത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ സ്റ്റേജ് 2 വന്നു. ഈ പുൾ ബാക്ക് സോണിനെ പറയുന്നത് സ്റ്റേജ് 3 എന്നാണ്. അവിടെ നിന്നും എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും ആക്സിലേഷൻ സ്റ്റേജ് 2 ആണ്, പുൾ ബാക്ക് സ്റ്റേജ് 3 ആണ്. ആക്സിലേഷൻ സ്റ്റേജ് 2 ആണ്, പുൾ ബാക്ക് സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് 2 സ്റ്റേജ് 3. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേജ് 2ലേക്ക് വന്നു. പക്ഷേ ഈ സ്റ്റേജ് 2 വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്റ്റോക്ക് വല്ലാതെ സ്ട്രെച്ചഡ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതൊക്കെ എടുത്ത് മാറ്റുവാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഹൈ എന്ന് പറയുന്നത് ഇറ്റ്സ് 1081, ഈ ഹൈ എന്ന് പറയുന്നത് 1097. ദാറ്റ് മീൻസ് ഈ ഹൈക്കാട്ട് മേളിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലോ കിട്ടിയല്ലോ, ഇതൊരു ലോയാണ്. ഈ ലോയെക്കാട്ടിലും മേളിൽ സ്റ്റോക്ക് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഹയർ ഹൈ ഹയർ ലോ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം എന്താ സംഭവിച്ചാൽ സ്റ്റോക്ക് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തത്. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തത് മാത്രമല്ല, സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോൾ സ്ട്രക്ചർ വീക്കായി. ശരിക്കും കാര്യം എന്താ? ഈ റിസൾട്ട് ഈ എന്ന് പറയുന്ന ലെവലിലാണ് റിസൾട്ട് വന്നത്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചു നല്ല റിസൾട്ട് ആയിരിക്കും, പക്ഷേ റിസൾട്ട് വാസ് വെരി വെരി ബാഡ്. അതിനുശേഷം സ്റ്റോക്കിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? സ്റ്റോക്കിൻ്റെ പി വാല്യൂ കണ്ടമാനം കൂടി, സ്റ്റോക്ക് വല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്തു. സ്റ്റോക്ക് വല്ലാതെ വാല്യുവേഷനിലേക്ക് കുതിച്ചു കയറി. അതിനോടൊപ്പം തന്നെ ആ വാല്യുവേഷനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ലെവലിലുള്ള EPS ഡെവലപ്പ് ചെയ്തില്ല. ഇവിടെ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. താഴത്തേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റോക്ക് എന്ത് കാണിക്കണം? ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് സ്ട്രക്ചർ കംപ്ലീറ്റ് വീക്ക് ആകുന്നത്. ആ വീക്ക് സ്ട്രക്ചറിൽ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? വീക്ക് താഴെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റോക്ക് വീണ്ടും സ്റ്റേജ് 4ലേക്ക് സ്റ്റോക്ക് പോകും. ശരിക്കും സോ ബേസിക്കലി ഇതിനെ പറയുന്ന പേരാണ്, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ലൈഫ് സൈക്കിൾ. ഒരു സ്റ്റോക്കിൻ്റെ ലൈഫ് സൈക്കിൾ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ.
ദാറ്റ് മീൻസ് ഞാൻ വരച്ച് കാണിക്കുവാണെങ്കിൽ സ്റ്റോക്ക് എന്തെങ്കിലും സ്ട്രെച്ചും ഉണ്ട്, ചിലപ്പോൾ റിസൾട്ടും ഉണ്ട്, അല്ലെങ്കിൽ ഓവർ സ്ട്രെച്ചഡ് ആയതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട്, സ്റ്റോക്ക് കുറേ നാളിങ്ങനെ താഴെ പോയി കിടക്കുവാണ്. നല്ല റിസൾട്ട്, സാധാരണ നല്ല റിസൾട്ട് വരുമ്പോഴാണ് സ്റ്റോക്ക് സാറിന് കയറാറുള്ളത്. ഇതിനെ സ്റ്റേജ് 4 എന്ന് പറയും. ദിസ് ഈസ് നോൺ സ്റ്റേജ് 4. നല്ല റിസൾട്ട് കൊടുത്തിട്ട് സ്റ്റേജ് ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കും. ആ ലെവലിൽ പറഞ്ഞ പേര് സ്റ്റേജ് 1 എന്നാണ്. ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ഒരു പുൾ ബാക്ക് വരും. പുൾ ബാക്ക് എന്ന സ്റ്റോക്ക് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും. അവിടുന്ന് വീണ്ടും ഈ 1ൻ്റെ ആ ലെവലിന് മുകളിൽ വീണ്ടും ബ്രേക്ക് ഔട്ട് കൊടുക്കും. ഇതിനെ പറയുന്ന പേര് 2 എന്നാണ്. 2ൽ നിന്നും നേരെ പുൾ ബാക്ക് വന്നു. ഇതിനെ പറയുന്ന പേര് സ്റ്റേജ് 3 എന്നാണ്. പിന്നെ 2ന് മുകളിൽ സ്റ്റോക്ക് വീണ്ടും ബ്രേക്ക് ഔട്ട് കൊടുക്കും. ഇതിനെ പറയുന്ന പേര് സ്റ്റേജ് 2 എന്നാണ്. വീണ്ടും 3ലേക്ക് വരും, 2ലേക്ക് വരും, 3ലേക്ക് വരും, 2ലേക്കും 3ലേക്ക് വരും. അവിടെ നിന്ന് എവിടെയെങ്കിലും ലെവൽ വെച്ച് സ്റ്റോക്ക് ലോവർ ഹൈ ഡെവലപ്പ് ചെയ്യും. അപ്പം ലോവർ ഹൈ ആയി, എവിടെയെങ്കിലും വെച്ച് ലോവർ ലോ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്തായി, ലോവർ ലോ ആയി, സ്റ്റോക്ക് നേരെ താഴെ പോകും. വീണ്ടും സ്റ്റേജ് 4ലേക്ക് പോകും. അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് 2, 3 റിപ്പീറ്റ് ചെയ്യുന്ന സോണിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 2, 3 റിപ്പീറ്റ് ചെയ്യുന്ന സോണിൽ. ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, 2 ആണ്, 3 ആണ്. നോർമൽ കേസിൽ 2 റിസൾട്ടിനും ഇടയിൽ ഒരു റിസൾട്ട് വന്നു, ഓവർ പീരീഡ് നെക്സ്റ്റ് 3 months കഴിഞ്ഞാൽ അടുത്ത റിസൾട്ട് വരുന്നത്. ഇതിനിടയിൽ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2, 3 ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റോക്കിൽ എസ്പെഷ്യലി 2ൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളെപ്പോഴും ഇവിടെ അല്ല സ്റ്റൂ ക്യാച്ച് ചെയ്യേണ്ടത്. സ്റ്റൂ ക്യാച്ച് ചെയ്യേണ്ടപ്പോഴും ഇനിഷ്യൽ സ്റ്റേജസിലാണ് സ്റ്റൂ ക്യാച്ച് ചെയ്യേണ്ടത്. ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ്, അല്ലെ ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ്. കുറേ സ്ട്രെച്ച് ചെയ്ത് ക്യാച്ച് ചെയ്താൽ എപ്പോഴും റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പം എപ്പോഴും ഇനിഷ്യൽ സ്റ്റേജ്, 2ൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് അല്ലെ 3യുടെ ഇനിഷ്യൽ സ്റ്റേജ്. 3 ആണ് പുൾ ബാക്ക്, 2 ആക്സിലേഷൻ ആണ്. അപ്പം പുൾ ബാക്കിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ക്യാച്ച് ചെയ്യാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ആക്സിലേഷൻ്റെ ഒക്കെ ഒരു ടോപ്പ് ലെവലിൽ ക്യാച്ച് ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോക്ക് പുൾ ബാക്ക് പോകും. നമ്മൾ വിചാരിക്കും അയ്യോ നഷ്ടം വന്നല്ലോ എന്ന്, പെട്ടുപോയാലും അത് ചിന്ത വരും. അതിനേക്കാൾ ഏറ്റവും സേഫ് 3യുടെ ലെവൽ, ദാറ്റ് മീൻസ് പുൾ ബാക്കിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീഷൻ സ്റ്റേജിനെ അനലൈസ് ചെയ്തിട്ട് വേണം സ്റ്റോക്ക് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ സ്ട്രെങ്ത് ഓഫ് സപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. TD Power ആണ്, പഴയ ചാർട്ടാണ്, August 25 ചാർട്ടാണ്. സോ സംതിങ് അറൗണ്ട് 10 months ബാക്കിലത്തെ ചാർട്ടാണ്. നമ്മൾ ഈ ലെവലിൽ സ്റ്റോക്ക് ഹിറ്റ് ചെയ്തു, റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത്, ലെവൽ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് തിരിച്ച് കയറിയത്. സ്റ്റോക്ക് തിരിച്ച് ബ്രേക്ക് ഔട്ട് കൊടുത്തു, സ്റ്റോക്ക് തിരിച്ചു വന്നു. അവിടെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ അവിടെ റിജക്റ്റ് ചെയ്ത് തിരിച്ച് കയറിപ്പോയി. അപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. ഇപ്പോഴും കറണ്ട് സപ്പോർട്ടിൻ്റെ സ്ട്രെങ്തിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ സപ്പോർട്ട് പ്രീവിയസ് ലെവലിൽ റെസിസ്റ്റൻസ് ആയിരിക്കുന്ന സമയത്ത് എത്ര ക്യാൻഡിൽ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ റെസിസ്റ്റൻസിനെ കൗണ്ട് ചെയ്തിട്ട് വേണം കറണ്ടായിട്ട് സപ്പോർട്ട് എന്നുള്ള ആ കൺസെപ്റ്റിൻ്റെ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കാൻ. ദാറ്റ് മീൻസ് 10-12 ക്യാൻഡിൽ ഇവിടെ ഹിറ്റായിട്ടുണ്ട്. ഹിറ്റായിട്ട് മാത്രമല്ല ധാരാളം ക്യാൻഡിലിൽ അപ്പർ റിജക്ഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ലെവൽസ് റെസിസ്റ്റൻസ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് പവർഫുൾ റെസിസ്റ്റൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ക്യാൻഡിൽ ഹിറ്റ് ചെയ്ത് താഴെ പോയത് മാത്രമല്ല ഹിറ്റ് ചെയ്ത ലെവൽ നിങ്ങൾ നോക്കുക, കുറച്ചുകൂടെ ഞാൻ അടുപ്പിച്ച് വയ്ക്കാം. ഹിറ്റ് ചെയ്ത ലെവൽ നോക്കുക, ഓരോ ക്യാൻഡിലും സ്ട്രോങ് അപ്പർ വിക്സ് ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ ഇത് പവർഫുൾ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്ട്രോങ് ബ്രേക്കൗട്ടിൽ, സ്ട്രോങ് വോളിയത്തിൽ ബ്രേക്കൗട്ട് കൊടുത്ത് സ്റ്റോക്ക് കയറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പവർഫുൾ റെസിസ്റ്റൻസ് ബിക്കോസ് ഓഫ് ലോ ഓഫ് പൊളാരിറ്റി എന്നുള്ള നിയമപ്രകാരം പവർഫുൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾക്കൊരു സ്റ്റോക്കിനെ സപ്പോർട്ടിൽ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സപ്പോർട്ട് പ്രീവിയസ്ലി റെസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പവർ എങ്ങനെ കാണിച്ചു, ആ പവർ തന്നെ തിരിച്ച് സ്റ്റോക്ക് സപ്പോർട്ടിൽ വരാൻ നേരത്ത് അതേ പവർ കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയൊക്കെ ലെവലിലൊക്കെ നിങ്ങൾക്കൊരു ആ ലെവലിലൊക്കെ ഒരു സപ്പോർട്ടിലൊക്കെ നിങ്ങൾക്ക് സ്റ്റോക്കിനെ കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് സ്റ്റോക്കിനെ മേടിക്കണം വേണ്ടുന്ന കാര്യത്തിൽ നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ വീക്ക്ലി ഗ്യാപ്പിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. ഇത് പഴയ ഒരു ചാർട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഫെയർ വാല്യൂ വീക്ക്ലി ഗ്യാപ്പാണ്. ഇത് വീക്ക്ലി ക്യാൻഡിലാണ്. ഇത് 1 എടുത്താൽ ഇത് 3 ആണ്. ബിറ്റ്വീൻ 1 and 3 ആണ് എപ്പോഴും വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്, ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്. കീറിപ്പോണെങ്കിലും ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്, അല്ലെങ്കിൽ ഇത് 1 ആണ് ഇത് 3 ആണ്. ഇങ്ങനെ വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. 1 and 3. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്. ഇത്രയും വലിയ ഗ്യാപ്പ് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗ്യാപ്പിനുള്ളിലാണ് സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ വീക്ക്ലി ക്യാൻഡിലാണ് ശ്രദ്ധിക്കണം. നല്ല ഗ്യാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റോക്കിന് ബ്രേക്ക് ഇട്ട് കൊടുത്തിട്ട് പുൾ ബാക്ക് വരട്ടെ, ദെൻ യു ക്യാൻ പ്ലാൻ യുവർ എൻട്രി. ഫ്രണ്ട്സ്, താങ്കൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 കാര്യങ്ങളെക്കുറിച്ചും ധാരാളം ബാക്ക് ടെസ്റ്റ് ചെയ്യുക. കുറേ സ്റ്റോക്കുകൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ കറക്റ്റായിട്ട് അത് ആ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾ ധാരാളം കൺവിക്ഷൻ ഉണ്ടാകും. ഈ കൺവിക്ഷൻ എന്നാണ് നല്ല ട്രേഡ്സിലേക്ക് നമ്മൾ പോകുന്നത്. താങ്ക് യു സോ മച്ച്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.